സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷം തടയാൻ 100 ദിന കർമ്മ പരിപാടികളുമായി വനംവകുപ്പ്. അതിരൂക്ഷ മനുഷ്യ വന്യജീവി സംഘർഷമുള്ള മേഖലകളിൽ പുതിയ സൗരോർജ്ജ വേലി നിർമ്മിക്കും. കേന്ദ്രീകൃത സൗരോർജ്ജ വേലി നിരീക്ഷണ സംവിധാനം ആരംഭിക്കാനും വനംവകുപ്പിന്റെ തീരുമാനം. കടുവകളുടെയും ആനകളുടെയും കണക്കെടുക്കാനും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് അധികാരമേറ്റതിന് പിന്നാലെ 100 ദിന കർമ്മ പരിപാടികളുമായി വനംവകുപ്പ് മുന്നിട്ടിറങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി സോളാർ ഫെൻസിംഗ് 2300 കിലോമീറ്ററിൽ നിന്ന് 3000 കിലോമീറ്ററായി വർദ്ധിപ്പിക്കും. സോളാർ സംവിധാനത്തെക്കുറിച്ച് അറിയാൻ കേന്ദ്രീകൃത സംവിധാനം ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സോളാർ വേലിക്ക് സമീപമുള്ള വനത്തിലെ 20 മീറ്റർ ദൂരത്തിൽ അടിക്കാടുകൾ വെട്ടിമാറ്റും. കടുവ, ആന എന്നിവയുടെ എണ്ണം പഠിക്കാൻ പ്രത്യേക സംഘത്തെയും തീരുമാനിച്ചു. നമ്മളിപ്പോ 100 ദിവസം കൊണ്ട് ഇപ്പം കേരളത്തിൽ 2000-ൽ പരം കിലോമീറ്റർ ആണ് സോളാർ വേലി സ്ഥാപിച്ചിട്ടുള്ളത്. ഈ 100 ദിനം തീരുമ്പോഴത്തേക്കിന് അത് 2500 കിലോമീറ്റർ ആക്കി ഈ 100 ദിവസം കൊണ്ട് വർദ്ധിപ്പിക്കും. തുടർന്ന് ഈ വർഷം തന്നെ അത് 3000 വർദ്ധിപ്പിക്കും. ഇതാണ് ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെന്റ് പ്ലാൻ. കാട്ടുപന്നി നിയന്ത്രണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണക്കെടുപ്പ് തയ്യാറാക്കും. പഞ്ചായത്ത് തലത്തിൽ എംപാനൽ ഷൂട്ടർമാരുടെ പട്ടിക തയ്യാറാക്കി ഈ മാസം 15-ന് കാട്ടുപന്നികളെ കൊല്ലാൻ സ്പെഷ്യൽ ഡ്രൈവ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ പേരറിയാണെങ്കിലും കാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ പന്നി കാടിന്റെ പുറത്തുണ്ട് എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കണക്ക്. സമഗ്രമായ കർമ്മദിന പരിപാടികളിലൂടെ മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ കഴിയുമെന്നാണ് വനം വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ എണ്ണക്കുറവ് ചെറുതല്ലാത്ത ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.